കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വീഡിയോകളിലെല്ലാം തന്നെ. ഒരുപാട് പേർ അതിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പല ജോലികൾക്കും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് വിസയാണ്. അപ്പോൾ എങ്ങനെയാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്, ഏതെല്ലാം തരത്തിലുള്ള വിസയുണ്ട്, ഈ വിസയെല്ലാം പ്രത്യേകത എന്താണ് തുടങ്ങിയവ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഇവർക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, കുടിയേറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയ്ക്കായിട്ട് നിരവധി മലയാളികൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്. ഓസ്ട്രേലിയ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് കുടിയേറാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യക്കാർക്ക് മുൻകൂട്ടി വേണ്ടത് വിസയാണ്. അതിൽ ആദ്യം ഒരു വിസിറ്റർ വിസയുണ്ട്. പല ടൈപ്പ് വിസയുണ്ട്. അതിൽ വിസിറ്റർ വിസ എന്ന് പറയുന്നത് സബ് ക്ലാസ് 600 വിനോദസഞ്ചാരത്തിനും സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനുമായി നൽകുന്ന വിസയാണിത്. ഇതിൻ്റെ അപേക്ഷാ നടപടികൾ ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ വെബ്സൈറ്റ് വഴി പൂർത്തിയാക്കാവുന്നതാണ്. ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷൻ എന്ന വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വിസിറ്റ് വിസയ്ക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാമാണ് മാനദണ്ഡങ്ങൾ എന്നിവ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു വിസ സ്റ്റുഡൻറ്റ് വിസയാണ്. സ്റ്റുഡൻറ്റ് വിസ സബ് ക്ലാസ് 500 ഉന്നത വിദ്യാഭ്യാസത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. കോഴ്സുകൾക്കും പ്രവേശന നടപടികൾക്കും സ്റ്റഡി ഓസ്ട്രേലിയ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. വർക്ക് ആൻഡ് ഹോളിഡേ വിസയുണ്ട്, സബ് ക്ലാസ് 462. യോഗ്യതയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഈ വിസയ്ക്കായി അപേക്ഷിക്കാം. ഇതിനായുള്ള നിർദ്ദിഷ്ട വിസ ബാലറ്റ് നടപടികൾ ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് വെബ്സൈറ്റ് വഴിയാണ് അറിയാൻ സാധിക്കുക. ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിസയ്ക്കുള്ള സബ് ക്ലാസ് 462 എന്ന വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇത് വിസ ബാലറ്റ് നടപടികളാണ് ഇതിൽ പൂർത്തിയാക്കേണ്ടത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി VFS ഗ്ലോബൽ വഴിയും അപ്പോയിൻമെൻറ്റുകൾ എടുക്കാവുന്നതാണ്. പ്രധാന വിമാനത്താവളങ്ങൾ കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങളായ സിഡ്നി, മെൽബൺ, ബിസ്ബെൻ, പെർത്ത് എന്നിവിടങ്ങളിലേക്ക് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ ലഭ്യമാണ്. സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യ എയർലൈൻസ്, എയർ ഇന്ത്യ, ശ്രീലങ്കൻ എയർലൈൻസ് എന്നിവയാണ് സാധാരണയായി യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന വിമാന കമ്പനികൾ. ഇനി ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനാണ് ഉദ്ദേശമെങ്കിൽ ഇനി പറയുന്ന വിസകളാണ് നമ്മൾ എടുക്കേണ്ടത്. കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ, സബ് ക്ലാസ് 189. ഇതിന് മറ്റൊരു പേര് സ്ഥിരതാമസ വിസ എന്നാണ്. ഇത് പൗരത്വത്തിന് തുല്യമല്ലെങ്കിലും അനിശ്ചിതകാലത്തേക്ക് ഒരു രാജ്യത്ത് നിയമപരമായി ജീവിക്കാനും അവിടുത്തെ പൗരന്മാർക്ക് ലഭിക്കുന്ന മിക്ക സാമൂഹിക ആനുകൂല്യങ്ങളും നേടാനും ഈ വിസ സഹായിക്കും. എഞ്ചിനീയർമാർ, നഴ്സുമാർ, അധ്യാപകർ, IT പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്ക് അനുയോജ്യമായ വിസയാണിത്. പോയിന്റ് അടിസ്ഥാനത്തിലുള്ള സംവിധാനം വഴിയാണ് ഇത് കണക്കാക്കുന്നത്. ജോബ് ഓഫർ നിർബന്ധമല്ല. അവിടുത്തെ പൗരന്മാരെ പോലെ ഏത് സ്ഥാപനത്തിലും ജോലി ചെയ്യാനും സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സാധിക്കും. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും മികച്ച ആരോഗ്യ പരിപാലന സേവനങ്ങളുമെല്ലാം അവിടെ ചെന്നാൽ ലഭിക്കും. നിശ്ചിത വർഷങ്ങൾ തുടർച്ചയായി PR വിസയിൽ താമസിച്ചാൽ ആ രാജ്യത്തിൻ്റെ പൗരത്വത്തിന് അപേക്ഷിക്കുകയും ചെയ്യാം. നടപടികൾ സ്കിൽ അസസ്മെൻറ്റ്, IELTS അല്ലെങ്കിൽ PTE പരീക്ഷ. ഇൻവിറ്റേഷൻ ലഭിച്ചാൽ വിസ അപേക്ഷിക്കുക. അതായത് ഉയർന്ന വിദ്യാഭ്യാസവും ജോലി പരിചയവും ഭാഷാ പ്രാവീണ്യവും IELTS പോലുള്ള ടെസ്റ്റുകളെല്ലാം അടിസ്ഥാനമാക്കി പോയിന്റുകൾ നേടാം. കാനഡയിലെ എക്സ്പ്രസ് എൻട്രി ഇതിലൊന്നാണ്. അടുത്ത ബന്ധുക്കൾ ഓസ്ട്രേലിയയിൽ PR ഉള്ളവരോ പൗരന്മാരോ ആണെങ്കിൽ അവർ വഴിയും അപേക്ഷിക്കാം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ തുക നിക്ഷേപിച്ച് വിസ തേടുന്ന രീതിയാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, EOA. ഇതിന് ചെലവ് വിസ ഫീസ് ഏകദേശം 4700 ഓസ്ട്രേലിയൻ ഡോളറാണ്. സ്കിൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് 300 മുതൽ 1500 ഓസ്ട്രേലിയൻ ഡോളർ ചിലവാകും. IELTSന് 12,000 മുതൽ 18,000 വരെയും രൂപ ചിലവാകും. അപ്പോൾ ഇത്രയും രൂപയൊക്കെയാണ് ഓരോന്നിനുമുള്ള ചിലവ്. ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഈ വിസയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്കിൽ അസസ്മെൻറ്റ് മുഖാന്തരമാണ് ഇതിൻ്റെ പോയിന്റുകൾ തീർച്ചയാക്കുന്നത്. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് PR വരെ PR കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്ഥിരതാമസത്തിന് വരെ ഉപയോഗിക്കാവുന്ന വിസയാണ്. സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ എന്നാണ് പറയുന്നത്. സബ് ക്ലാസ് 189 ഇതാണ് അവിടെ കുടിയേറുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വിസ. ഇനി പറയുന്നത് സ്കിൽഡ് നോമിനേറ്റഡ് വിസയാണ്. അത് സബ് ക്ലാസ് 190
ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ പെർമനൻ്റ് റെസിഡൻസി കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന മറ്റൊരു വിസയാണ് സ്കിൽഡ് നോമിനേറ്റഡ് വിസ സബ് ക്ലാസ് 190. സംസ്ഥാന അല്ലെങ്കിൽ ടെറിട്ടറി ഗവൺമെൻറ്റുകൾ നോമിനേറ്റ് ചെയ്യുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് ഈ വിസ വഴി ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. 189നേക്കാൾ ക്ഷണം ലഭിക്കാനുള്ള സാധ്യത ചിലപ്പോൾ കൂടുതലാണ് 190 വിസയ്ക്ക്. ഇവരുടെ പ്രായം 45 വയസ്സിൽ താഴെയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. സ്കിൽ അസസ്മെൻറ്റ് നടത്തും. നിങ്ങളുടെ വിദ്യാഭ്യാസവും തൊഴിൽ പരിചയവും ഓസ്ട്രേലിയൻ നിലവാരത്തിന് തുല്യമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. തൊഴിൽ പട്ടിക. ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ IELTS കുറഞ്ഞത് 6 പോയിൻ്റ് ഓരോ വിഭാഗത്തിലും ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ PTE ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 50 ആണ് ഓരോ വിഭാഗത്തിനും നിർബന്ധമായിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. സ്കിൽസ് സെലക്ട് വഴി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൻ്റെയും പോയിന്റുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന നോമിനേഷൻ അഥവാ സ്റ്റേറ്റ് നോമിനേഷൻ EOI എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ലഭിച്ചതിനു ശേഷം ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ടെറിട്ടറി, ഉദാഹരണത്തിന് വിക്ടോറിയ, ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ് എന്നിവയിൽ ഏതിലെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ കണ്ട് അവർ നോമിനേറ്റ് ചെയ്യും. വിസ അപേക്ഷ അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് വിസ അപേക്ഷിക്കാം. നോമിനേഷൻ ലഭിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ വിസയ്ക്ക് അപേക്ഷിക്കാം. വിസ ഫീസ് ഏകദേശം 4700-നേക്കാൾ കൂടുതൽ ഓസ്ട്രേലിയൻ ഡോളർ വരാറുണ്ട്. സംസ്ഥാന നോമിനേഷൻ ഫീസ് ഓരോ സംസ്ഥാനത്തിലും അധികമായിട്ട് വരും. വേറൊരു വിസയുള്ളത് സ്കിൽഡ് വർക്ക് റീജിയണൽ വിസയാണ്. അത് സബ് ക്ലാസ് 491 ആണ്. റീജിയണൽ പ്രദേശങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യണം. പിന്നീട് PR-ലേക്ക് മാറാം. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാനും സ്ഥിരതാമസമാക്കാനുമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സ്കിൽഡ് വർക്ക് റീജിയണൽ വിസ അഥവാ സബ് ക്ലാസ് 491 വിസ. ഇതൊരു താൽക്കാലിക വിസയാണെങ്കിലും 5 വർഷത്തേക്കാണ് ഇത് ഉണ്ടായിരിക്കുക. വ്യവസ്ഥകൾ പാലിച്ചാൽ 3 വർഷത്തിന് ശേഷം തന്നെ പെർമനൻ്റ് റെസിഡൻസിയിലേക്ക് മാറാൻ സാധിക്കും. ഓസ്ട്രേലിയയിലെ നിശ്ചിത റീജിയണൽ ഏരിയാസ് എന്നുവെച്ചാൽ ഗ്രാമീണ മേഖലകളിലോ പ്രധാന നഗരങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിലോ മാത്രമേ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതിയുള്ളൂ. PR മാറ്റം അനുവദനീയമാണ്. വിസയുടെ കാലാവധിക്കുള്ളിൽ 3 വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്താൽ PR സബ് ക്ലാസ് 191 ലഭിക്കും. കുടുംബാംഗങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. പങ്കാളിയെയും ആശ്രിതരെയും എല്ലാം ഒപ്പം കൊണ്ടുപോകാനും പറ്റും. ചെലവ് വരുന്നത് ഏകദേശം 4700 ഓസ്ട്രേലിയൻ ഡോളറാണ്. പിന്നെ ഒന്നുള്ളത് എംപ്ലോയർ സ്പോൺസേർഡ് വിസയാണ് സബ് ക്ലാസ് 482. ഓസ്ട്രേലിയൻ കമ്പനിയുടെ ജോബ് ഓഫർ ഇതിന് ആവശ്യമാണ്. ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതിനായി അവിടുത്തെ ഒരു തൊഴിലുടമയോ കമ്പനിയോ നിയമപരമായി നിങ്ങൾക്ക് നൽകുന്ന സ്പോൺസർഷിപ്പാണ് എംപ്ലോയർ സ്പോൺസർഷിപ്പ്. വിദേശത്തേക്ക് കുടിയേറാനും അതാത് രാജ്യങ്ങളിലെ നിയമങ്ങൾക്കനുസരിച്ച് സ്ഥിരതാമസത്തിനോ ദീർഘകാല ജോലി ചെയ്യാനോ ഇത് അവസരം നൽകുന്നു. ട്രക്ക് ഡ്രൈവർ, ഷെഫ്, വെൽഡർ, എഞ്ചിനീയർ, നേഴ്സ് തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ ധാരാളമുണ്ട്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ജോലി ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കുടുംബത്തിന് അനുമതിയുമുണ്ട്. ഭൂരിഭാഗം സ്പോൺസേർഡ് വിസകളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കും. PR സാധ്യത താൽക്കാലിക വിസയായി തുടങ്ങി പിന്നീട് സ്ഥിരതാമസത്തിനായുള്ള എംപ്ലോയർ നോമിനേറ്റഡ് സ്കീം വിസകളിലേക്ക് മാറാൻ അവസരമുണ്ട്. ഓസ്ട്രേലിയയിൽ താൽക്കാലിക വിസയായ സബ് ക്ലാസ് 482, സ്ഥിരതാമസത്തിനുള്ള സബ് ക്ലാസ് 186, വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള റീജിയണൽ വിസ 494 എന്നിവയാണ്. അപ്പോൾ ഈ വിസകളെല്ലാമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിസകൾ. അതിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്നുള്ളത് കണ്ടെത്തണം. ഇതിനെല്ലാം തന്നെ ഈ വിസകൾക്കെല്ലാം തന്നെ ജോലി കണ്ടെത്തുക, കമ്പനി സ്പോൺസർഷിപ്പ് നൽകുക, വിസ അപേക്ഷിക്കുക എന്നിവയാണ്. ചെലവ് 1500 മുതൽ 3000 ഡോളർ വരെ വരും ഓരോ വിഭാഗം അനുസരിച്ച്. പിന്നെ ഒന്നുള്ളത് സ്റ്റുഡൻറ്റ് വിസയാണ്. അത് സബ് ക്ലാസ് 500 ആണ്. വിദേശത്തെ അംഗീകൃത സർവകലാശാലകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്റ്റുഡൻറ്റ് വിസ നൽകുന്നത്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാം. അഡ്മിഷൻ ലെറ്റർ, വിദേശത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രവേശന സ്ഥിരീകരണം, നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമുണ്ടെന്ന് പറഞ്ഞൊരു ഓഫർ ലെറ്റർ വിദേശത്തെ കോളേജുകളിൽ നിന്ന് ലഭിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൂഫ് കാണിക്കണം. കോഴ്സ് ഫീസും അവിടെ ജീവിക്കുന്നതിനുള്ള ചെലവുകളും വഹിക്കാൻ തക്കവണ്ണം ഉള്ള പണം നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. IELTS, TOEFL, PTE തുടങ്ങിയ പരീക്ഷകളിലെ സ്കോർ കണക്കാക്കും. യാത്രാരേഖകൾ, കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് ആവശ്യമാണ്. ഓസ്ട്രേലിയ വിസ ഫീസ് വർദ്ധിപ്പിക്കുകയും പഴയതിന് പകരം ജെനുവിൻ സ്റ്റുഡൻറ്റ്
നിയമം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പോയി ജോലിക്ക് മാത്രം നോക്കുന്നുണ്ട്, വിദ്യാഭ്യാസത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ അല്ലെങ്കിൽ കോളേജുകളിലൊന്നും ചേരാതെ ഏതെങ്കിലും പ്രൈവറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ സംഘടിപ്പിച്ച് പിന്നീട് അവിടെ ആ കോളേജിലേക്ക് ഒരിക്കലും പോകാതെ അങ്ങനെയൊക്കെ ഉള്ള നിയമത്തിനെ വളച്ചൊടിക്കുന്ന നടപടികൾ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജെനുവിൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ജീവിത ചെലവുകൾക്കായി നിശ്ചിത തുക കാണിക്കുകയും വേണം. കോളേജിൽ അഡ്മിഷൻ കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഫണ്ട് തെളിയിക്കുക, വിസ അപേക്ഷ നൽകുക. ചെലവ് വരുന്നത് ഏകദേശം 2000 AUD ആണ്. ട്യൂഷൻ ഫീസ് വർഷത്തിൽ 15,000 മുതൽ 40,000-ലധികം ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് വരാം. അത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് ഉണ്ടാക്കാവുന്നതുമാണ്. പിന്നെ വർക്കിംഗ് ഹോളിഡേ വിസയുണ്ട്. ഒരു വിദേശ രാജ്യത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതിനോടൊപ്പം നിയമപരമായി ജോലി ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും സഞ്ചാരികളെ അനുവദിക്കുന്ന പ്രത്യേക അനുമതിയാണ് വർക്കിംഗ് ഹോളിഡേ വിസ. മുൻകൂട്ടി ജോലി ഉറപ്പാക്കാതെ തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്യുകയും യാത്രക്കിടയിൽ ഹ്രസ്വകാല ജോലികൾ ചെയ്ത് പണം കണ്ടെത്തുകയും ചെയ്യാനുള്ള അവസരമുണ്ട്. പ്രധാന സവിശേഷതകൾ പറയുന്നത് ജോലിയും യാത്രയും ആണ്. അത് ഒരു വിദേശ രാജ്യത്ത് 1 വർഷം വരെ താമസിക്കാം. ഇതിനിടയിൽ ഇഷ്ടമുള്ള ജോലികളും ചെയ്യാം. പഠനം ചില രാജ്യങ്ങളിൽ 4 മാസം വരെ ഹ്രസ്വകാല കോഴ്സുകൾ പഠിക്കാൻ അനുവാദമുണ്ട്. പ്രായപരിധി സാധാരണയായി 18-നും 30-നും, ചില രാജ്യങ്ങളിൽ 35 വരെയാണ്. ഓസ്ട്രേലിയയിൽ 30 വരെയാണ് ഈ ചെറുപ്പക്കാർക്ക് ഈ അവസരം നൽകുന്നത്. ഇന്ത്യക്കാർക്ക് ലഭ്യമായ അവസരങ്ങൾ: ഇന്ത്യൻ പൗരന്മാർക്ക് ഏറ്റവും പ്രശസ്തമായ വർക്കിംഗ് ഹോളിഡേ വിസ ഓസ്ട്രേലിയ നൽകുന്നുണ്ട്. സബ് ക്ലാസ് 462 ആണ്. ഓസ്ട്രേലിയയിൽ യോഗ്യതയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ബാലറ്റ് പ്രക്രിയയിലൂടെയാണ്, ലോട്ടറി വിസയാണ്. ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഓസ്ട്രേലിയയിൽ മലയാളികൾക്ക് ഇപ്പോൾ കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയർ, രജിസ്റ്റേർഡ് നേഴ്സ്, ഏജ്ഡ് കെയർ വർക്കർ, ഹെവി ട്രക്ക് ഡ്രൈവർ, ടീച്ചർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഷെഫ്, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ എന്നിവയാണ്. 2026-ൽ മലയാളികൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പ്രധാനമായും 3 വഴികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 1 സ്കിൽഡ് മൈഗ്രേഷൻ, 2 എംപ്ലോയർ സ്പോൺസർഷിപ്പ്, സ്റ്റുഡൻറ്റ് വിസ. ഇംഗ്ലീഷ് പരീക്ഷയിൽ നല്ല സ്കോർ ആവശ്യമാണ്. ആവശ്യമായ യോഗ്യത അതാണ്. ശരിയായ സ്കിൽ അസസ്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്ഥിര താമസത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹെവി ട്രക്ക് ഡ്രൈവർ, നേഴ്സ്, ടീച്ചർ, സിവിൽ എഞ്ചിനീയർ തുടങ്ങിയ തൊഴിൽ മേഖലകളിലെല്ലാം വൻ ഡിമാൻഡാണ് ഇപ്പോൾ കാണുന്നത്. PR ലക്ഷ്യമിടുന്നവർക്ക് സബ് ക്ലാസ് 189, 190, 491 വിസകളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് കാണുന്നത്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.